ദേവി, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. എല്ലാവരും കാർഡ് എടുത്തോ. എനിക്ക് ക്ലവറുണ്ട്. നീ പോക്ക. എനിക്ക് സ്പേഡ് ബൈഠോ ബൈഠോ ഹംസ് ഓഫ് ഹിന്ദുസ്ഥാനി. അണ്ണാ, അണ്ണൻ്റെ കാർഡ് നോക്കണ്ണ. എൻ്റെത് ക്ലവർ കിങ്. അണ്ണാ രക്ഷപ്പെട്ടണ്ണ. അണ്ണ ഓരോ ദിവസം ഒരു കിങ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾ ഈ പ്രജകൾക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ. നിന്റെ നോക്കട്ടെ നോക്കട്ടെ. ആ, ഇപ്പം എനിക്ക് ഈ കാലിൽ വിശ്വാസമായി. ഇതെങ്ങനെ കിട്ടി? ജോക്കർ. നൈറ്റ് ഡ്യൂട്ടിയാ. 9 മണിക്ക് മുമ്പ് കമ്പനി പഠിക്കാൻ എത്തില്ലെങ്കിൽ എനിക്ക് മടങ്ങി പോരേണ്ടി വരും. അത്താഴം വല്ല ആയോ എന്ന് പറഞ്ഞാൽ അടുപ്പി കിടക്കുന്ന വേവണ്ടേ? നാക്കിട്ടലക്കാതെ പോയി വല്ലതും ഉണ്ടാക്കടാ. സാധ്യമല്ല. രാവിലെ എണീച്ച ഇയാളങ്ങ് സർക്കിട്ട് പോകും. തിരിച്ചു വന്നാലോ ഒന്നീ വായന അല്ലെങ്കിൽ ഉറക്കം. നീ ഇവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അയ്യടാ, ഞാൻ നിന്റെ കുക്കൊന്നുമല്ല. ഡാടാ, നാട്ടിൽ നിന്നെല്ലാം കൂടെ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നത് വഴക്കിടാനൊന്നുമല്ല കേട്ടോ. സ്നേഹം ഉള്ളിടത്തല്ലേ പിണക്കമുള്ളൂ. അയ്യോ, ഈടായിട്ട് നിന്റെ സ്നേഹം വളരെ കൂടുന്നുണ്ട്. ഡേ, ഇനി വേറൊരു വില കാണിക്കും. ഇനി വേലയൊന്നുമില്ല. ഹരിയേട്ടാ, ആ, ഹരിയേട്ടനെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ വന്നിരിക്കുന്നു. പോലീസോ? ദേ, ഇന്നലെ ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ല. അപ്പോഴാ നിന്റെ മറുപടി. ഇവിടെ നിന്ന് കിടങ്ങാതെ പോയെ. കാലമടമാരെ ചുറ്റും ഇതുവല്ലം കേട്ടാൽ മതി, നല്ല പുകലായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ കോളേജിൻ്റെ ഇവിടെ വരാം. പോലീസ് എന്തിനാ വന്നത്? നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്ന്. അത് കണ്ടതിപ്പോൾ കുഴപ്പമായി. രാധേ, ഇത് തുറന്നു നോക്ക്. നിന്റെ ചേട്ടനൊരു തല്ലിപ്പൊളിയില്ലെന്ന് അപ്പം മനസ്സിലാവും. അമ്മ ഇത് കണ്ടോ, മണിയേട്ടന്റെ വക. നീ ഇന്നലെ വീട്ടിൽ നിന്ന് പോയതല്ലേ? ഇതുവരെ എവിടെയായിരുന്നു? കള്ളം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാക്ക് ഞാൻ അറുത്ത് കളി. രാത്രി മുഴുവനും ആ സലീംബായുടെ ക്ലബ്ബിൽ നിന്ന് ചീട്ട് കളിക്കായിരുന്നു. ചീട്ട് കളിയോ? ഞാനോ? ഒരുമാതിരി അനാവശ്യം പറയരുത്. നീ ഇതകത്തോണ്ട് നോക്കിയ ഇതിനകത്ത് എല്ലാം ഉണ്ട്. പൽപ്പടി, സോപ്പ്, ചീപ്പ്, ബ്രഷ്. അവന്റെ ഒരു പൽപ്പടിയും ചീപ്പും സോപ്പ്. എവിടെയാ റേഡിയോ? മര്യാദയ്ക്ക് ആ റേഡിയോ കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ ഈ പടി ഏറ്റില്ല. ഏത് റേഡിയോ? എന്ത് റേഡിയോ? നമ്മുടെ ട്രാൻസിസ്റ്റർ ഇന്നലെ മുതൽ കാണാനില്ല. ട്രാൻസിസ്റ്റർ എവിടെ പോയി? ഇതിലേ കൂടെ നടന്നുപോയി. എന്നാ പിന്നെ അമ്മയ്ക്ക് ചോദിച്ചൂടായിരുന്നു എങ്ങോട്ടാണ് പോണെന്ന്? നീ അറിയാതെ എവിടെയും പോവില്ല. അല്ലാതെ മറ്റൊരു കള്ളൻ ഇതിനകത്ത് കേറാനും ഇല്ല. കള്ളന് മാത്രം വിളിക്കരുത്. കള്ളൻ കള്ളൻ കാട്ടു കള്ളൻ. എടാ, എന്ത് ചെയ്തടാ റേഡിയോ? ആർക്കൊണ്ടുപോയി വിറ്റടാ? നിങ്ങളുടെ നായർക്ക് ഗുരുത്തദോഷി. ഇറങ്ങി പോടാ അവിടുന്ന്. മേലിന്റെ മുമ്പിൽ വന്നു പോരുത്. കുറച്ച് നാളായിട്ട് നിങ്ങളെ നാട്ടിൽ പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോയ പിന്നെ ജന്മത്തിൽ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. പുറത്തോണം. ചെലക്കാതെ ഇറങ്ങി പോടാ പട്ടമ്മേ. നീ പോടി അവിടുന്ന്. ഇങ്ങനെ ഒരു ഏമ്പാക്കി എനിക്ക് മകനായിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും. ഇങ്ങനെ ഒരു ഭദ്രകാളി തള്ള എനിക്കും വേണ്ട. ഇത് പബ്ലിക് റോഡാണ്. എന്റെ സൗകര്യം പോലെ. जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ। सलाम साहब। मुझे तेरी बेटी नहीं बेटा चाहिए। वो कहाँ है? ആ മണികണ്ഠൻ ഇവിടെ ഉണ്ടോടാ? നിന്നെ ആരും അന്വേഷിക്കുന്നു. എന്തുവാടേ? കള്ള പന്നി, നീ ഇവിടെ ഒളിച്ചിരിക്കണല്ലേ? ആ നീ അബ്ബാസ് അന്വേഷിക്കുന്നുണ്ട്. आपका एक हफ्ते का बाकी 140 रुपया और आपका रामलाल 5 हफ्ते का बाकी 250 रुपया। ഒളിക്കാതെ എന്ത് ചെയ്യും? ആഴ്ചക്ക് നിങ്ങൾക്ക് തരാനുള്ള ഹഫ്ത 10 15 വെച്ച് കൂട്ടിയാ ഞങ്ങൾ എന്ത് ചെയ്യും? വെണ്ണ, പാല്, മട്ടൻ, ചിക്കൻ എല്ലാത്തിനും വില കൂടിയില്ലേ?
പണ്ട് കിട്ടിയിരുന്ന കാശ് പോരെ ഇപ്പൊ ജീവിക്കാൻ. വെണ്ണയും മട്ടനും പാലും ചിക്കനും ഒക്കെ കഴിച്ച് നിങ്ങളുടെ അബ്ബാസ് കൊഴുത്ത് കയറുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പട്ടിണിയാ. കഞ്ഞി കുടിക്കാൻ പാടുപെട്ടുണ്ടാക്കുന്ന കാശ ഹഫ്ത എന്ന് പറഞ്ഞ് നിങ്ങൾ പെണ്ണെടുക്കുന്നത്. അത് അവിടെ പോയി പറഞ്ഞാൽ മതി. നടക്കണം. पैसा क्यों नहीं दिया? अगला हफ्ता दे दूंगा सब. अगर 2 दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा. ഇവനാണ് ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി. तुम मुदलियार साहब के घर पे 3 बजे आना. साहब तेरे से बात करना चाहते हैं. समझ गया? चलो. ഈ ആൾക്കാർ പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നുമല്ല. എന്റെ മുമ്പിൽ വെച്ചാ ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു. നീ പറയുന്ന കേട്ടാ തോന്നും ആദ്യമായിട്ടാ ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊല്ലുന്നത്? അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത്. പോലീസല്ല, മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പേ നിൽക്കില്ല. അയാൾക്ക് ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ്. പക്ഷെ പട്ടരെ കണ്ട അങ്ങനൊന്നും തോന്നൂല. കാണും പോലെ അല്ല ആള്. കഴിഞ്ഞ 8 വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ. അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ. പോലീസുകാരെന്താ ഇതൊക്കെ കണ്ട് കണ്ണടയ്ക്കുന്നത്? യവന്മാർ തമ്മിൽ തല്ലി ചാകുന്ന പോലീസുകാർക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ അവരിതിൽ ഇടപെടാം എന്ന് വെച്ച് ഒരുത്തനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് കണ്ടില്ലെന്ന് എങ്ങനെ പറയുന്നത്? പറഞ്ഞോ, അടുത്ത വെടി നിന്റെ പിള്ളക്കായിരിക്കും. വേണ്ടാത്ത പുലിവാലെന്ന് നിൽക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഇല്ലെന്നാണോ? കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്ത് കോംപ്രമൈസ്? അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാര് തമ്മിൽ ഒരു തീരുമാനം എടുക്കാം. എന്താ വേഗം ഇങ്ങ് പോന്നേ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിൻ്റെ കൂടെ ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണോ? എന്താ നിനക്കൊരു ദിവസം ഒന്ന്? ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണ് കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്. ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോരണം. എന്നിട്ടൊരു വലിയ പന്തലിടണം. കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ, അതാണ്. നീ വിഷമിക്കണ്ട. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. என்ன கல்யாணி, சௌக்கியமா? வியாபாரம் எல்லாம் எப்படி? உங்க புண்ணியத்துல நல்லா இருக்கேன் சாமி. இது இது என் பொண்ணு சாமி. ஆஹா, ஒரு சாயா கொண்டு வா கல்யாணி. நம்ம அப்புக்குட்டி நான் இருந்தப்போ தினம் அருமையான சாயா கொடுப்பாரு எனக்கு. ദോ കൊണ്ടുവരേ സാമി. കേട്ടോടി നീ, അദ്ദേഹം എന്നെ കല്യാണിന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ. അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലിപ്പം? അപ്താന്നും പറഞ്ഞ് ആഴ്ച തോറും പാവങ്ങളുടെ കാശ് തട്ടിപ്പടിക്കുന്നതോ? ഓരമ്പട്ടവളെ, തോന്നിയസം പറഞ്ഞാലേ നിന്റെ നാക്ക് ഞാൻ അർത്ഥളെ. നിനക്കറിയില്ല, മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നുകൊണ്ടിരുന്ന ഈ തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം. ചുമ്മാതല്ല, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്. என்ன யாரும் பேச மாட்டேங்கிறீங்க? இவன் என்ன அக்கிரமம் பண்ணாங்கிறத நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும்? என்ன சும்மா இருக்கீங்க? இவருக்கு பயந்துதான் யாரும் வாயை திறக்கறதில்ல. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. என்னடா சொன்ன? அவன் போய் சொல்றான் சார். உண்மை என்னங்கிறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? இவங்களும் இங்க உள்ள தேவடியாக்களும் சொல்றதை கேட்டுக்கிட்டு. என்னடா சொன்ன? நன்னி கிட்ட நாய என் முன்னாடி நிக்காத, போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன். எல்லாரும் போங்க. மணி வாடா.
കല്യാണിയമ്മേ ഒരു 3-4 നല്ല ചായ, ഒരു 5-6 ചപ്പാത്തി. എനിക്ക് വേണ്ട, എനിക്ക് ഇവര് വിഷം കലക്കി തരും. അതേടാ, നീയൊക്കെ ചത്തു തൊഴഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. റേഡിയോ കണ്ണാ. കിളവി, ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്ക്. എടാ നിന്നെ എവിടുന്ന ഈ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി കള്ളക്കണക്ക് നീ എന്നെ മുടിപ്പിക്കാനല്ലേടി? ചക്കാത്തിന് വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കേട്ടോമാര്. ആവശ്യമില്ലാത്ത പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട. ഇനി ഒരുത്തന് ഇവിടുന്ന് പച്ച വെള്ളം തരില്ല. പൊയ്ക്കാ ഇവിടുന്ന്. എന്നെ കുത്തോടെ എടുപ്പിക്കാനായിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടിക്കാ ഓരോരുത്തന്മാരും. ഞാൻ പറഞ്ഞില്ലേ വേണ്ട. നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാതെ തിന്നോണ്ട് പോയിക്കൂടെ? മതി, ആയില്ല, കഴിച്ചോടാ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ നിന്റെ തള്ളയുടെ കട കണ്ടോണ്ടല്ലേ എല്ലാരും ബോംബെയിലോട്ട് ഇറങ്ങി തിരിച്ചത്. ശരിക്കുള്ള കണക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. आओ बैठो। माफ करना मेरे आदमी तुम्हें इस तरह ले आए। सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है, क्या ये बात सही है? अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है? क्या तुम मेरे साथ काम करोगे? उससे मेरा क्या फायदा? फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा। वहाँ तो मुदलियार का राज है। तू उस बात की फिक्र मत कर अब्बास। मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है, तो उधर अन्ना नहीं तू राज करेगा। अब्बास, अब भी वक्त है। कुत्ते की जिंदगी जीना चाहता है तो ठीक है, वरना ठीक है। सलाम मुदलियार साहब। என்ன பாஸ், நீயும் காலையில வாக்கிங் கிளம்பிட்டியா? मुदलियार के कोई चमचे हो या कोई कुत्ता मेरे खिलाफ शिकायत करने वाले हो तो बाहर निकल। आज से इस इलाके का शहंशाह हूं मैं। यहां जो भी होगा मेरी मर्जी से होगा। अगर किसी को इतराज हो या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। ഹരി തന്നെ വിളിക്കുന്നു. मेरे पे कोई शिकायत? बोल रहे बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहल्लत दे रहा हूं मैं। उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा क्या?